പ്രിയമുള്ളവരെ, BBC-യുടെ വർത്തമാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഗിന്നസ് താരം ശ്രീ ജോബ് പിറ്റാസാണ്. പ്രതിഭ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഭംഗിയായി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പ്രതിഭ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ആ പേരിന് തീർച്ചയായിട്ടും അർഹനാണ് ശ്രീ ജോബ് പിറ്റാസ്. ശ്രീ ജോബ് പിറ്റാസിനെ ഈ വർത്തമാനം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. സ്വാഗതം ശ്രീ ജോബ്. നമസ്കാരം. താങ്കൾ ഗിന്നസ് താരമാണ്. അത് ഇംഗ്ലീഷിലെ വാക്കുകൾ സ്പെല്ലിങ് തിരിച്ച് പറഞ്ഞുകൊണ്ട് അല്ലേ? അതെ, ഇംഗ്ലീഷ് വാക്കുകളുടെ സ്പെല്ലിങ് റിവേഴ്സ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ഗിന്നസിൽ ഇടം പിടിച്ചത്. ഈ പ്രോഗ്രാം താങ്കൾ ഗിന്നസ് താരമായി മാറിയ ആ പ്രോഗ്രാം എവിടെ വെച്ച്, ആരുടെ മുമ്പിൽ വെച്ചാണ് താങ്കൾ നടത്തിയത്? അത് 2010 നടത്തിയത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു. അതായത് ഒത്തിരി എറണാകുളത്തുള്ള എല്ലാ TV ചാനലുകളും പത്രലേഖകരും ഉണ്ടായിരുന്നു. കൂടാതെ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ രംഗരാജൻ, പത്രപ്രവർത്തകനായ തോമസ് മാത്യു, പിന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള വിദഗ്ധരെല്ലാവരും അവരുടെ സാന്നിധ്യത്തിലാണ് ചെയ്തത്. അവരാണ് അതിൻ്റെ സമയം നോക്കിയിട്ട് അതിൻ്റെ റെക്കോർഡ്സ് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഗിന്നസ് ബുക്കിലേക്ക് താങ്കൾ ഇടം പിടിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ഇപ്പം നിങ്ങളുടെ ഗിന്നസ് റെക്കോർഡ് ഇപ്പം നിൽക്കുന്നു. അതെ, ഒരു വേറെ ആരും തകർക്കാതെ എൻ്റെ 60 അങ്ങനെ നിൽക്കുന്നു. ഗിന്നസ് റെക്കോർഡിന് തന്നെ ഞാൻ വലിയ വില കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞ് വളരെ ഓറഞ്ച് ആപ്പിൾ പോലെ ചെറിയ വാക്കുകളാണ് അവർ ആവശ്യം ചോദിച്ചത്. ചെറിയ വാക്കുകളാണ്. നിങ്ങൾക്ക് ഏത് വാക്കുകൾ ചോദിച്ചാൽ പോലും നിങ്ങൾ പറയും. ഓൾമോസ്റ്റ് എല്ലാ വാക്കുകളും പറയും. കാരണം ഇപ്പോൾ ഇതിനകത്ത് അത്ര ഒരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ ഇത്തരം ഒരു ഇതൊരു കലയായിട്ട് കൂട്ടുകയാണെങ്കിൽ കല അഭ്യസിക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം എന്താ ഇങ്ങനെ തോന്നാൻ കാര്യം? ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ എത്തിച്ച് പറയാൻ എനിക്ക് വാക്കുകളോട് തന്നെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞൊരു വാശിയുണ്ടായിരുന്നു. കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ ആശാങ്കലിനൊന്നും പോകാതെ 1ാം ക്ലാസ്സിലേക്ക് നേരിട്ട് തന്നെ ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ 5 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ എനിക്ക് ആ എന്ന അക്ഷരം പോലും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. സ്കൂളിൽ പോകുന്ന എന്തിനാണെന്ന് പോലും ധാരണയില്ലാതെയാണ് സ്കൂളിൽ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം എൻ്റെ ടീച്ചർ എന്നെ ചെവിയിൽ തൂക്കി പിടിച്ച് ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തി. 1 മാസം അക്ഷരം പഠിക്കുന്നവരെ തന്നെ 1 മാസം ബെഞ്ചിന് പോയി. അപ്പോൾ മറ്റു കുട്ടികളെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു. വളരെ അപമാനം തോന്നി. 5 വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അറിയാലോ. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നി, അയ്യോ അക്ഷരം ഒന്ന് പഠിക്കണം, ഇതിൽ ആശാനാവണം എന്നൊരു വാശി അന്ന് മനസ്സിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ പിന്നീട് വായിക്കാൻ തുടങ്ങി. കിട്ടുന്നതെല്ലാം വായിക്കും. പക്ഷെ 4ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമല്ലോ. അന്ന് 4ാം ക്ലാസ് പോലും നമ്മൾ ABC പഠിക്കുന്നില്ല. 5ാം ക്ലാസ്സിലാണ് ശരിക്കും ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച് മൂവാറ്റുപുഴയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ വാക്കുകൾ വായിച്ചാൽ ആ വാക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. കുത്തിയിരുന്ന് കാണാതെ പഠിക്കുന്നില്ല, അല്ലാതെ തന്നെ വരും. അത് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സ്പെല്ലിംഗ് തറവാണ്. അത് പുറകോട്ടും മുമ്പോട്ടും എനിക്ക് ഒരുപോലെ തന്നെ പറയാൻ എഴുതാനും സാധിക്കുന്നു. റീഡിങ്ങിരിക്കും. അപ്പോൾ ഞാൻ പരിശീലിച്ച് തുടങ്ങിയത്, അതായത് ഈ സ്പെല്ലിംഗ് എല്ലാം നിങ്ങൾക്ക് നേരെ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യ, IND, IA അതുപോലെ പറയാൻ പറ്റും. പക്ഷെ അത് തിരിച്ച് പറയാൻ നിങ്ങളൊരു ശ്രമം ആരംഭിച്ചത് എന്നുപോലെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മുതൽ. അന്ന് മുതലൊരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ പരിശീലിച്ചു? അങ്ങനെ കഠിന പരിശീലനമൊന്നും വേണ്ടി വന്നില്ല. എനിക്കത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും. റിവേഴ്സിൽ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് പറയാം. എനിക്ക് മുമ്പോട്ടുള്ള സ്പെല്ലിംഗ് അറിഞ്ഞിരുന്നാൽ മതി. മിക്കവാറും ശരിയായ സ്പെല്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയില്ലേ? അത് വാക്ക് എനിക്ക് അറിയാമെങ്കിൽ തിരിച്ച് പറയും. നമുക്കറിയാമെങ്കിൽ തിരിച്ച് പറയും. അതെ അതെ. അറിയില്ലെങ്കിൽ 1-2 തവണ വായിച്ചത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ ഇപ്പം തന്നെ പല സ്പാനിഷ് വേർഡും അതുപോലെ തന്നെ ലാറ്റിൻ വാക്കുകളൊക്കെ തന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ടല്ലോ. ഉണ്ടെങ്കിലും അത് ഞാൻ ക്ലെയിം ചെയ്യാറില്ല. അത് ലഭിക്കാറില്ല. പക്ഷേ കുറച്ച് വാക്കുകൾക്ക് അറിയാമെങ്കിലും കുറേ വാക്കുകൾ, കാരണം അതും ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇംഗ്ലീഷ് വാക്കുകളാണ്, ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് അതിന്. ആണെങ്കിലും അത് വേറെ ഭാഷയാണല്ലോ, വേറെ ഭാഷയാണ്. എങ്കിലും പറയാൻ മലയാളം ഇതുപോലെ പറയാൻ പറ്റുള്ളൂ. മലയാളം ഞാൻ ഇംഗ്ലീഷ് ലിപിയിലാക്കിയിട്ട് റോമൻ ലിപിയിലാക്കിയിട്ട് അങ്ങനെ ആക്കി നമുക്ക് ഞാൻ ഒരു മലയാള മനോരമയുടെ ഇന്നത്തെ പത്രമാണെന്ന് തോന്നുന്നു, ഞാൻ വായിക്കട്ടെ. ഞാൻ അത് റിവേഴ്സ് സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. സംസാരം എനിക്ക് 2 കാര്യമുണ്ട്. ഒന്ന് റിവേഴ്സ് സ്പെല്ലിംഗ്. അതുകൂടെ ഇംഗ്ലീഷ് വാക്കുകൾക്കല്ലേ സ്പെല്ലിംഗ് അതേ ഉള്ളൂ. ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ തിരിച്ച് സംസാരിക്കും, പറയും. ഞാൻ സ്പെല്ലിങ്ങും പറയും, റിവേഴ്സിൽ സംസാരിക്കുകയും ചെയ്യും. അതെ, റിവേഴ്സിൽ പാടുകയും ചെയ്യും. റിവേഴ്സ് പാടുകയും. അതെ, അതായത്
സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളൂ അതെ. spelling. അല്ലെങ്കിൽ മലയാളം വാക്ക് ഇംഗ്ലീഷിലാക്കിയിട്ട് മംഗ്ലീഷിലാക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി മറ്റൊന്ന് രണ്ടാമത് ഞാൻ ചെയ്യുന്നത് റിവേഴ്സിൽ ഉച്ചരിക്കുക എന്നുള്ളത് ഉച്ചാരണം. ഉച്ചാരണമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഉദാഹരണമായിട്ട് ആഴമറിഞ്ഞ് പരിഹാരം, മരാഹിരം ഉജിനറ മഴ, പരീക്ഷ റദ്ദാക്കാൻ അവസാന മാർഗം, മഗ്രാം അനാസവ നാക്കാദർ അഷ്കീരം, ഹർജികൾ 11-ന് വീണ്ടും പരിഗണിക്കും, മുക്കിണകിട ഇരം മുഡ്നിയു ലഗിജ്റഹ്, നെല്ലും പതിരും പ്രധാനം, മനാദർ മുരിതം മുല്ലൻ. ഇത് ഞാൻ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു മൊബൈൽ ആപ്പുണ്ട്. ഈ ആപ്പിലേക്ക് ഞാൻ അത് പറയുമ്പോൾ ആപ്പ് അതിനകത്ത് പറയുന്നു നോക്കാം അല്ലേ. ആപ്പിലേക്ക് ഞാൻ റിവേഴ്സിൽ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് അത് നേരെ വീണ്ടും റിവേഴ്സിൽ പ്ലേ ചെയ്യുമ്പോൾ യഥാർത്ഥ വാക്ക് അപ്പോൾ ഒന്ന് അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ശരി, ഇതാണ് വോയിസ് റിവേഴ്സ് ചെയ്യുന്ന ആപ്പാണിത്. ഇത് പറയുന്നത് ശരിയാണോ അറിയണല്ലോ, പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകണല്ലോ. അപ്പോൾ അത് നോക്കാം ശരിയാണോ എന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ നോക്കിക്കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി നോക്കിക്കൊണ്ട് വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ. പറഞ്ഞു. അല്ല, ആഴമറിഞ്ഞ് പരിഹാരം, മരാഹിരം ഉജിനറ മഴ. കേട്ടല്ലോ, ഞാനത് വീണ്ടും റിവേഴ്സിൽ പ്ലേ ചെയ്യാൻ പോകണം. ആഴമറിഞ്ഞു പരിഹാരം. ആഴമറിഞ്ഞു എന്നേ വരുള്ളൂ. കാരണം അതേ വരുള്ളൂ. അതേ വരുള്ളൂ. പക്ഷെ അങ്ങനെ വരുന്നുണ്ടല്ലോ. പരീക്ഷ റദ്ദാക്കൽ അവസാന മാർഗം, മഗ്രാം അനാസവ ലക്കാദർ അഷ്കീരം. പരീക്ഷ റദ്ദാക്കൽ അവസാന മാർഗം. അത് കറക്റ്റ് ആയിരുന്നു. ഹർജികൾ 11-ന് വീണ്ടും പരിഗണിക്കും, ഹർജികൾ 11-ന് വീണ്ടും പരിഗണിക്കും, മുക്കിണകിരം മുട്നിയു ഉനൊന്നിനിതം ലഗിജ്റഹ്. ഹർജികൾ 11-നും വീണ്ടും പരിഗണിക്കും. നെല്ലും പതിരും പ്രധാനം, മനാഥർ മുരിതം മുല്ലൻ. നെല്ലും പതിരും പ്രധാനം. ഇതാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഇതാണ് ആർക്കും കഴിയില്ലാത്തൊരു കാര്യമാണ്. ആർക്കും കഴിയും ഇങ്ങനെ ഐറ്റം ഗിന്നസ് ബുക്കിലോ മറ്റൊരു കാർഡിലോ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. വേറെ കാർഡ് അങ്ങനെ ആരുമില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ വളരെ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇത് തന്നെയാണ് ഒരു പ്രതിഭയുടെ സ്വഭാവവും അവരുടെ ആ ശേഷി. ഇതാണ് പ്രതിഭ എന്ന് പറയുന്നത്. കാസറ്റോ അല്ലെങ്കിൽ സി.ഡിയോ പുറകോട്ട് കറങ്ങിയാൽ റിവേഴ്സിൽ കറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് അതാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു കാസറ്റ് അത് ശരി, അത് പുറകോട്ട് ബാക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അല്ലേ? തത്സമയം തന്നെ അതിൻ്റെ തത്സമയം തന്നെ അത് വരുന്നു. കാരണം അത് കറക്റ്റ് ആണെന്ന് അറിയണം. നിങ്ങൾ വായിച്ചത് ശരിയാണെന്നുള്ളത് അതിനകത്ത് തിരിച്ചു കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നന്ദി. വളരെ ആഴമേറിയ ഇതിൻ്റെ പിമ്പിലൊരു എന്താ പറയുന്ന ഒരു എഫേർട്ട് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കുന്ന ഒരു പാട്ട് ഞാൻ പാടിയത്, ആ പാട്ടൊന്ന് തിരിച്ച് നോക്കാം. എനിക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ പഴയ നിങ്ങൾക്ക് എത്ര പാട്ട് വരെ അറിയാം? 20,000 പാട്ട് പാടാൻ സാധിക്കും. എന്തായാലും പാടാൻ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിൻ്റെ ലിറിക്സ് ഓർത്തിരിക്കാൻ പറ്റില്ല. ലിറിക്സ് കണ്ടാൽ 2000 പാട്ട് കണ്ട് പാടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് 15,000 പാട്ട് 20,000 പാട്ടൊക്കെ കാണാപ്പാടം പാടാമെന്ന് അവകാശപ്പെടലേ ഉള്ളൂ. അതിനൊന്നും തെളിവ് വന്നിട്ടില്ല ഇതുവരെ. ഇതുവരെ തെളിവ് വന്നില്ല. ഏതൊക്കെ പാട്ടുകളാണ് അറിയാവുന്നതെന്ന് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആരുടെയും മുമ്പിൽ ഒരു വേദിയിൽ പാടിയിട്ടില്ല. അവകാശം ഉന്നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരാളെ പറ്റിയല്ല പറഞ്ഞു, ഒരുപാട് പേരുണ്ട്. അപ്പം 2000 പാട്ടിന്റെ പല്ലവിയെങ്കിലും പാടാൻ പറ്റും. പല്ലവിയെങ്കിലും പാടാൻ പറ്റുന്നത്. അതുപോലെ കരോക്കെ ഇട്ട് തന്നെ ഒരു 1000 പാട്ട് എനിക്ക് പാടാൻ. ഓക്കെ. ഇപ്പോൾ ഞാനൊരു പാട്ട്, ഞാനൊരു ഗായകനൊന്നും അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പല്ലവിയിലെ 4 ലൈൻ പാടാം. അത് താങ്കൾക്ക് അറിയാവുന്നതായിരിക്കും. റെസ്റ്റ് ഹൗസ് എന്ന പടത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. M.K. അർജുനൻ മാഷ് സംഗീതം ചെയ്ത പാട്ടാണ്. എനിക്ക് അതായത് പഴയ മലയാളം പാട്ടായിരിക്കണം. പഴയ പൗർണമി ചന്ദ്രിക തൊട്ട് പൗർണമി ചന്ദ്രിക അല്ലേ? ലിറിക്സ് ഓർമ്മ ഉണ്ടെങ്കിലും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലെടുക്കുകയാണ്. പൗർണമി ചന്ദ്രിക. ആദ്യം ഒന്ന് അലുവരി നേരെ പാടാം. താങ്കൾ പാടുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ പാടിക്കപ്പിക്കാം. അതുപോലെ പാടിയാൽ അന്നേരം പാടാം. അല്ലെങ്കിൽ പാടി. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ഈ മണ്ടൊപ്പകീർത്തന ചുച്ചീളി വിട്ടോ മകാരം തപ്പ
പൂച്ചിരിച്ചു ഏകഴാ നിൻകിരിച്ചുട്ടോത്തു ചീളു ആശാലകലിതൽ പൂച്ചിരിച്ചു നിന്നാശാലകീതൽ പൂച്ചിരിച്ചു നീലോൽപല നയനങ്ങളിലൂടെ നിർമ്മലരാഗതുഷാരം എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിന്നോരം. അത് റിവേഴ്സ് പാടുന്നില്ല, പല്ലവി മാത്രം മതിയില്ലേ? പല്ലവി മാത്രം മതി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഈ പാട്ടുള്ളതിൻ്റെ ട്യൂണ് റിവേഴ്സിൽ ട്യൂൺ മൊത്തത്തിൽ റിവേഴ്സ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പ്രാക്ടീസ് ഇല്ലാതെ എളുപ്പമാവില്ല. കാരണം എങ്കിലും ഒരു പാട്ട് വേണമെങ്കിൽ നോക്കാം. നമ്മളുടെ ഒരു പഴയ പാട്ട് ഏതെങ്കിലും ഒരു പഴയ ഏത്? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ഓക്കെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിൽ കലിയുന്നെൻ ജീവരാഗം. ട്യൂൺ വേഴ്സുകാർ പാട്ട് മനസ്സിലാവില്ല. മകാരവീ ഉന്നുയില ലീരിച്ച് നിൻ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അത് ഇത് വേഴ്സ്. വേറെ മറ്റൊരു പാട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു പാട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ട് ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ. കാരണം അത് പഴയ നാടകം ഒരു മാരിവില്ലിൻ തെന്മല. ഓക്കെ, അത് പാടാം. ഓയ ഗോബുജ്നാം ഓയ ഗോബുജ്നാം ഏരലം നേർ നില്ലിവിരാം. പാടിയല്ലോ. ഇത് ഏകദേശം ആവുള്ളൂ. എങ്കിലും കേട്ട് നോക്കാം. വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തൊരു ചോദ്യം, താങ്കൾക്ക് ഈ രംഗത്ത് പുരസ്കാരങ്ങളുണ്ട്. പുരസ്കാരം അവതരിപ്പിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പുരസ്കാരം താങ്കൾ കിട്ടിയിട്ടുണ്ടോ? ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ഒന്നുണ്ട് പുരസ്കാരങ്ങൾ? അല്ല, പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വീകരണങ്ങളും അത് മതി, അല്ലാതെ വേറെ നൂറുകണക്കിനാണ്. പൊന്നാടകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്, പതക്കങ്ങളും മൊമെന്റുകളും പ്രോഗ്രാമുകളും. ഞാൻ ലോകത്തെല്ലായിടത്തും യൂറോപ്പിലും മൊത്തം എല്ലാ രാജ്യങ്ങളിലും പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗിന്നസ് ബുക്കില് ഞാനൊരു ബ്രിട്ടീഷുകാരിയാണ് ഞാൻ തോൽപ്പിച്ചത്. ലണ്ടൻകാരി ആയതുകൊണ്ട് ഗിന്നസ് ബുക്കുകാർ പ്രത്യേകിച്ച് എന്നെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. അത് വേറെ ആരെയും ക്ഷണിക്കാറില്ല. അവർ പോസ്റ്റിൽ അയച്ചു കൊടുക്കാറുണ്ട് സർട്ടിഫിക്കറ്റ്. എന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഗിന്നസ് അവാർഡ് താങ്കൾക്ക് നൽകിയത് അല്ലേ? അതെ. ഇപ്പോൾ ലണ്ടനിലും ഇംഗ്ലണ്ടിലും ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഒത്തിരി പരിപാടികൾ ആ കൂടെ ഉണ്ടായി. പിന്നീട് അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഒത്തിരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്ലബ്ബുകളിൽ എല്ലാവരും വിളിക്കാറുണ്ട്. സ്വന്തം നാട്ടിലാണ് അംഗീകാരം കുറവ്. മൂവാറ്റുപുഴയിൽ താങ്കളുടെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇനി നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വരാൻ പോകുന്നത്, GS പ്രദീപ് എന്ന് പറയുന്ന ആൾ അശ്വമേധം എന്നൊരു പരിപാടി കൈരളി TV നടത്തി. അതിലൊരിക്കൽ അവരുടെ ഒരു അതിഥി അല്ലെങ്കിൽ അതിൽ മത്സരിക്കാൻ വന്ന ഒരാൾ എന്ന് പറയുന്നത് ശ്രീ ഗോപിദാസായിരുന്നു. അന്ന് താങ്കൾ മനസ്സിൽ കരുതിയ ആളെ വലിയ പ്രതിഭയായ GS പ്രദീപിന് എത്താൻ പറ്റില്ല. 21 ചോദ്യങ്ങളിലൂടെ എത്തണം അവിടെ, അത് എത്താൻ പറ്റിയില്ല. താങ്കൾ ആരെയാണെന്ന് മനസ്സിൽ ഓർത്തത് അല്ലെങ്കിൽ കരുതിയത്? ആ ഒരു അനുഭവം GS പ്രദീപുമായിട്ടുണ്ടായിട്ടുള്ള ആ കൈരളി TV-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം ഒന്ന് പ്രേക്ഷകരോട് പറയാം. GS പ്രദീപിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള, ഓർമ്മശക്തിയുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയും. അത് ഒരിക്കലും അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ലോകത്ത് അറിവുകൾ ഇങ്ങനെ പരന്നു കിടക്കുന്നു പല വിഷയങ്ങളിൽ. നമ്മൾ സൂര്യൻ ഏത് വിഷയം പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഏത് മനുഷ്യനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അദ്ദേഹം കണ്ടുപിടിക്കും. ഏത് സ്ഥലം വിചാരിച്ചാലും കണ്ടുപിടിക്കും. അന്ന് മാത്രമല്ല, അതൊക്കെ ഒരു പ്രകടനം മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം അളക്കാൻ പറ്റില്ല. അതെ, ഞാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നുള്ളത് എന്റെ അതൊന്നുമില്ല. നമ്മൾ ഓർത്ത വ്യക്തി ആരായിരുന്നു ഓർത്തെന്ന് ഞാൻ പറയാം. ഞാൻ ഓർത്തത് സർ എഡ്വേർഡ് വിക്ടർ ആപ്പിൾട്ടൺ എന്ന ഒരു നോബൽ സമ്മാന ജേതാവായ ശാസ്ത്രജ്ഞനായിരുന്നു.
അമേരിക്ക. അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപിന് പെട്ടെന്ന് ഓർമ്മ ഒന്നില്ല. 18 ചോദ്യമായപ്പോൾ അദ്ദേഹം നിർത്തി. അദ്ദേഹം സറണ്ടർ ചെയ്തു. എനിക്ക് ഒരു പവൻ സമ്മാനം തന്നു. പിന്നീട് അടുത്തതായിട്ട് സർ എഡ്വേർഡ് വിക്ടർ ആപ്പിൾട്ടൺ ആരാന്ന് അദ്ദേഹത്തിന് പിന്നീട് ഓർമ്മ വന്നു. പ്രോഗ്രാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഈ ശാസ്ത്രജ്ഞന്റെ എല്ലാ ചരിത്രവും എന്നോട് പറഞ്ഞു. കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർക്കും എഴുത്തുകാർക്കെല്ലാം ഈ ലോകത്ത് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ആർക്കും സാധിച്ചു. അദ്ദേഹത്തിന് അത് സാധിച്ചു. രണ്ടാമത് ഞാൻ ഓർത്തത് അദ്ദേഹം പെട്ടെന്ന് കണ്ടുപിടിച്ചു സഞ്ജയ് ഗാന്ധിയെ. അതൊക്കെ 2-3 ചോദ്യം കൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. മനസ്സ് വായിക്കാൻ പോലും കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ പേര്. അതെ, GS പ്രദീപ്. അദ്ദേഹത്തിന്റെ പ്രതിഭ ലോകത്ത് ആർക്കും ഇല്ല, ഞാൻ ഉറപ്പായിട്ട് പറയും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എന്തായാലും അടുത്ത എൻ്റെ ചോദ്യം, ഇനി ഒരാഗ്രഹം എന്താണ് താങ്കൾക്ക് ബാക്കിയായി കിടക്കുന്നത്? കൂടുതൽ ലോവർ റെക്കോർഡുകൾ നേടുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ലോവർ റെക്കോർഡിന്റെ വില എന്ന് പറയുന്ന ഒരു ഒളിമ്പിക്സിലെ ഒരു മെഡൽ, അല്ലെങ്കിൽ ഒരു ഓസ്കാർ അവാർഡ്, നോബൽ സമ്മാനം, ഇതിന് തുല്യമായിട്ട് സംഗതിയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഈ ഗിന്നസ് റെക്കോർഡ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഒത്തിരി റെക്കോർഡ് ബുക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നാട്ടിൽ എവിടെ പോയാലും ഒത്തിരി ഇന്ത്യൻ ബുക്ക്, ഏഷ്യൻ ബുക്ക്, യൂണിവേഴ്സൽ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എല്ലാവരും അടിച്ചു വിടുന്നുണ്ട്. ഇതൊന്നും ശരിയായൊരു മാനദണ്ഡം നോക്കിയിട്ടല്ല. ഗിന്നസ് ബുക്കാണ് ഒറിജിനൽ ബുക്ക്. ലിംക ബുക്കും ഇന്ത്യയിലെ ആദ്യത്തെ ബുക്കാണ്. ഞാൻ ഈ രണ്ടിലുമുണ്ട്. 2 ബുക്ക്, ലിംകയിലുമുണ്ട്, ഗിന്നസിലുമുണ്ട്. അതെ, ഇത് രണ്ടിനും മാത്രമേ ഞാൻ വില കൊടുക്കുന്നു. മറ്റുള്ളതെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഇനി സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. റിവേഴ്സിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതെ, ടൈപ്പിംഗ് ഉണ്ട്. പിന്നെ മറ്റുള്ള അങ്ങനെ റിവേഴ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യാവുന്ന കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതാണ് അല്ലേ പറഞ്ഞു വരുന്നത്. ഇനിയുള്ള കാലം കുറെ കൂടി പുതിയ ആരും ചെയ്യാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യാത്ത ഒരു കാര്യങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയാവില്ല. മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ എന്ന് പറഞ്ഞ പോലെ ഒന്ന് തിരിച്ച് നേരെ മരത്തെങ്കിൽ കയറിയാൽ അത് വാർത്തയല്ല, തലകുത്തി മരത്തിൽ കയറിയ വാർത്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത കാണിക്കാന്നുള്ളൊരു ചിന്താഗതി. നമുക്ക് അടുത്ത ചോദ്യം, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ഗായകനാണ്? യേശുദാസ് മാത്രം. സംശയമേ ഇല്ല. ഹിന്ദിയിലും കന്നഡയിലും ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാണ് യേശുദാസ്. ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള എല്ലാ ഗായകരിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള യേശുദാസാണ്. യേശുദാസിന്റെ ശബ്ദം ആർക്കും കിട്ടില്ല. ശബ്ദം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ മാധുര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ആ പാട്ടിന്റെ വരികളുടെ അർത്ഥവും ഭാവവും വികാരവും എല്ലാം നമ്മളിലേക്ക് വന്ന് കയറും. അത്ര ഫൈനായിട്ടുള്ള രീതിയിൽ ശബ്ദത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾ വേറെ ആരും. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? എൻ്റെ ഭാര്യ, എനിക്ക് 5 മക്കള്, 4 ആൺമക്കളും 1 മകളും, 7 കൊച്ചുമക്കളുമുണ്ട്. അങ്ങനെ വലിയൊരു കുടുംബത്തിൻ്റെ തലവനാണ്. എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. എൻ്റെ ഗിന്നസ് ബുക്കിലെ പ്രവേശനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ലവ്ലി എന്നായിരുന്നു പേര്. അത് നടന്നില്ല. എങ്കിലും പിന്നീട് വന്ന പുതിയ ജീവിതം അയാളുടെ പേര് നീന എന്നാണ്. നീന അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തു. ഈ പ്രോഗ്രാം നടത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തുക. അത് പ്രോഗ്രാം കമ്പയർ ചെയ്ത് എല്ലാം നീനയാണ്. മക്കളെല്ലാം സപ്പോർട്ട് ചെയ്തു. എപ്പോഴും എൻ്റെ വാക്കുകൾ ചോദിക്കുക, പറയുക, സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്തുണയുണ്ട് നിങ്ങൾക്ക്? എല്ലാ കാര്യങ്ങളും, പാട്ടിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യം. ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. എല്ലാത്തിലും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ഹിന്ദി പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, കബി കബി അരിയാങ്കിൽ എന്ന് പാടും. കബി കബി അരിയാങ്കിൽ അതിൻ്റെ കരൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പാടാമെങ്കിൽ. കരൊക്കെ ഉണ്ട്. കബി കബിയുടെ പ്രത്യേകത സഹീർ ലുധൈനവി, എൻ്റെ പ്രിയപ്പെട്ട കാമുകി ലുധൈനവി പ്രിയപ്പെട്ട കാമുകി അമൃതാപുരത്തിന് വേണ്ടിയിട്ട് എഴുത്തുകാരിയായി അത് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയ ആളാണ്. അവരുടെ കാഗസ്തെ ക്യാൻവാസ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത്. ആ അമൃതാപുരത്തിന് വേണ്ടിയിട്ട് സഹീർ എഴുതിയ, ഉറുദുവിൽ എഴുതിയ കവിതയാണ് കബി കബി. അതിൽ 1975 കബി കബി എന്ന സിനിമയ്ക്കകത്ത് മുകേഷും പാടുന്നുണ്ട്. മുകേഷും ലതാമങ്കേഷ്കറും അവർ രണ്ടുപേരും കൂടി പാടുന്ന പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്. വളരെ ഹിന്ദി പാട്ടിലെ ഒരുപക്ഷെ ഏറ്റവും 10 പാട്ടെടുത്താൽ 10-20 പാട്ടെടുത്താൽ ഈ കബി കബിയിലെ പാട്ട് വരും. അതൊന്ന് പാടാൻ പറ്റും. कभी कभी मेरे दिल में
ख्याल आता है कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए कि जैसे तुझको बनाया गया है मेरे लिए तू अब से पहले सितारों में बस रही थी कहीं तू अब से पहले सितारों में बस रही थी कहीं तुझे सही से बुलाया गया है मेरे लिए तुझे सही से बुलाया गया है मेरे लिए कभी कभी मेरे दिल में ख्याल आता है ये बदन ये निगाहें मेरी अमानत है ये बदन ये निगाहें मेरी अमानत है ये गेसुओं की घनीता है मेरी खातिर ये होंठ और ये बाहें मेरी अमानत है ये होंठ और ये बाहें मेरी अमानत है कभी कभी मेरे दिल में ख्याल आता है कि जैसे बचती है शहनाइयाँ चाहों में कि जैसे बचती है शहनाइयाँ चाहों में सुहाग रात है घूंघट उठा रहा हूँ मैं सुहाग रात है घूंघट उठा रहा हूँ मैं सिमट रही है तू शर्मा के अपनी बाहों में सिमट रही है तू शर्मा के अपनी बाहों में कभी कभी मेरे दिल में ख्याल आता है कि जैसे तू मुझे चाहे कि उम्र भर यूं कि जैसे तू मुझे चाहे कि उम्र भर यूं उठेगी मेरी तरफ प्यार की नजर यूं ही ये जानता हूँ कि तू देर है मगर यूं ही मैं जानता हूँ कि तू देर है मगर यूं ही कभी कभी मेरे दिल में ഖയാൽ ആതാ ഹൈ താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗതി സ്പെല്ലിംഗ് റിവേഴ്സിൽ പറയുന്ന ശ്രീ ജോ പറ്റാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും വേണ്ടപ്പെട്ടത് നെഞ്ചോട് ചേർത്ത് വെച്ച് ലാളിക്കുന്നത് സ്പെല്ലിംഗ് തിരിച്ചു പറയുന്നതാണ്. ഞാനെന്താ ഇംഗ്ലീഷിൽ കുറച്ച് ഒരു 4-5 എന്ത് പുസ്തകമാണ് ഇതാണല്ലോ
മെഡിക്കൽ ബുക്കാണ്. മെഡിക്കൽ ബുക്കാണ് മെഡിക്കൽ മെഡിക്കൽ വാക്കുകളോ ബോട്ടണിയിൽ നിന്നോ സുവോളജിയിൽ ആയിക്കോട്ടെ. അനാറ്റോമി YMOTANA കറക്റ്റാണ്. ചെറിയ വാക്കാണ്. ഡെവലപ്മെന്റ് TNEMPOLEVED അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്താണ്? ഫിസിയോളജി YGOLOISYHP. ഓക്കെ. അടുത്ത് സ്മോളസ്റ്റ് ഡയാമീറ്റർ RETEMTSELLAMS. വോളിയം ഓഫ് ആൻ അഡൽട്ട് ഐബോൾ ഈസ് SILLABEYTLUDAFOEMULOV. റൈറ്റ്. വെയിറ്റ് ഓഫ് ആൻ അഡൽട്ട് ഐബോൾ ഈസ് SILLABEYTLUDANATHGIEW. തിക്നെസ് ഓഫ് ദ അഡൽട്ട് ക്രിസ്റ്റലൈൻ ലെൻസ് ഈസ് അബൌട്ട് ക്രിസ്റ്റാലൈൻ ഓക്കെ. TUOBASI SNEL ENILLATSYRC FOSSEN KCIHT. വെരി ഗുഡ്. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ ചോദിച്ചാലും പറയുമെന്നുള്ളത് ഇതിപ്പോൾ മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സ്പാനിഷ് വാക്കുകൾ കൂടി താങ്കൾ പഠിക്കട്ടെ. അത്യാവശ്യം ചോദിച്ചാൽ പറയാൻ ചോദിച്ചാൽ പറയാൻ പറ്റും. കുറേ കൂടി പഠിച്ച് താങ്കൾ ഉയരങ്ങളിലേക്ക് ചോദിച്ചോളൂ. രണ്ട് വാക്ക് ഇംഗ്ലീഷിലേക്ക് വന്നിരിക്കുന്ന വന്നിട്ടുള്ള വാക്കുകൾ ഇപ്പോൾ ഈ പിക്കാസോ എന്ന് പറയുന്ന വാക്ക് ഒരു പേരാണ്, പക്ഷെ അത് ഇംഗ്ലീഷല്ല. പിക്കാസോയുടെ പേര് നേരെ പറയാം. അത് നേരെ പറയാൻ ആർക്കും മനസ്സിലാവില്ല. തിരിച്ചു പറ. പിക്കാസോ എന്ന കലാകാരൻ്റെ മുഴുവൻ പേര് പറഞ്ഞാൽ ഇങ്ങനെയാണ്: പാബ്ലോ ഡിയേഗോ ജോസ് ഫ്രാൻസിസ്കോ ഡി പൗള ജുവാൻ നെപ്പോമിസിനോ മറിയ ഡി ലോസ് റെമദിയോസ് കുപ്രിയാനോ ലൂയിസ് വൈ പിക്കാസോ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്. അത് ആണ് ഒറിജിനൽ നേരെ പറഞ്ഞത്. അതാണ് നേരെ പറഞ്ഞത്. തിരിച്ചു പറയാമോ? തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ല വേറെ ഭാഷ ആയതുകൊണ്ടല്ല, എങ്കിലും ആളുകൾ അറിയാവുന്ന ആരെങ്കിലും പ്രേക്ഷകരിലുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. ബോർഡിൽ അത് വേണം. വേറെ മറ്റൊരു പേര് ലാറ്റിൻ അമേരിക്ക എന്നുള്ള മറ്റൊരു പേരാണ് പാബ്ലോ നെരൂദ. ADURENOLBAP. അതുപോലെ ഇംഗ്ലീഷിൽ നീളം കൂടിയ വാക്കുകൾക്ക് ഒത്തിരി നൂറക്ഷരമുള്ള വാക്കുകൾ. ബൂർഷ്വാസി EISIOEGRUOB. ബൂർഷ്വാസി. ഇംഗ്ലീഷിൽ അങ്ങനെ ഒത്തിരി രസമുള്ള വാക്കുകളുണ്ട്. നീളം കൂടിയ വാക്കുകൾ ചില സ്കൂളുകളിലൊക്കെ. നിങ്ങളെ ഈ പ്രോഗ്രാം നിങ്ങൾ പല സ്ഥലത്തും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ ഉത്തരവും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ താങ്കൾക്ക് അതിൽ ഏറ്റവും കൗതുകമായി, താങ്കൾക്ക് ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ആരെങ്കിലും ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. രണ്ട് വാക്കുകളെ കുറിച്ച് പറയാം. ഒന്ന്, ആലുവ മഹിളാലയം സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിലെ ഒരു പെൺകുട്ടി ചോദിച്ച വാക്കാണ്: ബാബാ ബഡാൽ ഗറാക് ടാക്കാ മിന റോൺ കോൺ റോൺ പോണ റോൺ തുവൺ റോൺ ഓവാർ സ്കോനൻ സ്കോൺ ഡുഹു ദനം തണ എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായില്ല. ആ കുട്ടിയോട് എഴുതി കാണിക്കാൻ പറഞ്ഞു. 2 പ്രാവശ്യം വായിച്ചു. 2 പ്രാവശ്യം മാത്രമേ നോക്കിയുള്ളൂ. എത്ര? 1 മിനിറ്റ്. 1 മിനിറ്റ് നോക്കി. അപ്പോൾ തന്നെ റിവേഴ്സിൽ എഴുതി കാണിക്കുകയും ചെയ്തു. അതുപോലെ വേറൊരു വാക്ക് ഒരു കോളേജിലെ കുട്ടിയെ ചോദിച്ചതാണ്: ലൊപ്പാഡോ ടെമാക്കോ സെലാക്കോ ഗേലിയോ ക്രേനിയോ ഡ്രിംഹൈപ്പോ ട്രിമാറ്റോ സിൽഫിയോ പരാവോ മെൽറ്റോ കിറ്റാക്കെ ഹൈമനോ പിച്ചലപ്പിക്കോ സൈഫോ ഫാറ്റോ പെരിസ്ട്ര ലെക്ടോൺ ഓപ്റ്റെ കെഫാലിയോ കിക്ലോ പെലയോ ലഗയോ സെറയോ ബാഫെ ട്രഗാനോ ടെറിയോ എന്നൊരു വാക്ക്. ഇങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യമൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ നോക്കി 2 മിനിറ്റ് കൊണ്ട് പറയുകയും ചെയ്തു. പറയാൻ പറ്റാവുന്നുണ്ട്. അത് വരുന്നതിന് ഒരു കാരണമുണ്ട്. ഉച്ചാരണം. എന്നോട് ചോദിക്കുന്ന വാക്കിൻ്റെ ഉച്ചാരണം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ പ്രശ്നം അതാണ്. അവർ ശരിയായ ആക്സെന്റിൽ കറക്റ്റായ ഉണ്ടായിക്കൊണ്ട് വന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറ്. ഞാനിപ്പോൾ നാടൻ സ്കൂളിൽ പഠിച്ച ആളാണ്. എനിക്ക് കോൺവെന്റ് എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ട് ഉച്ചാരണം മനസ്സിലാക്കാൻ പറ്റില്ല. സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ക്ലിയർ ആണ്. എന്തായാലും താങ്കളുടെ പേര് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ. ഇനിയും താങ്കൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കട്ടെ, അത് ഈ സമൂഹത്തിന് ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയോട് സഹകരിച്ച ശ്രീ ജോബ് വച്ചത്തിനോട് എല്ലാവിധ നന്ദിയും പറയുന്നു. താങ്ക് യു വെരി മച്ച്. വെൽക്കം.